എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് മൂക്കന്നൂർ. മൂക്കന്നൂർ ഒരു കാർഷിക ഗ്രാമമാണ്. തെങ്ങും കവുങ്ങും ജാതിയും കുരുമുളകും റബ്ബറും ഉൾപ്പെടുന്ന എല്ലാ കാർഷിക വിളകളും ഇവിടെ സുലഭമായി വിളയുന്ന ഒരു ഗ്രാമമായിരുന്നു. ധാരാളം നെൽകൃഷിയും ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു. 1953 മൂക്കന്നൂർ തുറവൂർ ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചത്. തുറവൂരായിരുന്നു ആസ്ഥാനം. 1969 മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂട്ടാല ഭഗവതി ക്ഷേത്രവും 140 വർഷം പഴക്കമുള്ള മൂക്കന്നൂർ സെൻറ് മേരീസ് ഫൊറോന ദേവാലയവും 120 വർഷം പഴക്കമുള്ള ആഴകം സെൻറ് മേരീസ് ഹെർമോൻ ദേവാലയവും ഈ ഗ്രാമത്തിൻ്റെ പഴമയെ സൂചിപ്പിക്കുന്നു. ധാരാളം പള്ളികളും അമ്പലങ്ങളും ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട്. ഇവിടുത്തെ ജനസംഖ്യയിൽ നല്ലൊരു വിഭാഗവും ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാപനം CST സഭയാണ്. CST സഭ മൂക്കന്നൂരിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തിരുഹൃദയ അനാഥശാലയും MAGJ ആശുപത്രിയും നഴ്സിംഗ് കോളേജും MLT കോളേജും ബാൽനഗർ ITCയും സേക്രഡ് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സേക്രഡ് ഹാർട്ട് ഓർഫനേജ് ഹൈസ്കൂളും അടക്കം നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഭയുടെ കീഴിലുണ്ട്. മൂക്കന്നൂർ ഗ്രാമത്തിന് മറക്കാൻ കഴിയാത്ത വലിയ വ്യക്തിത്വത്തിനുടമയാണ് യശശരീരനായ KP ഹോർമി സാർ. ഫെഡറൽ ബാങ്കിൻ്റെ സ്ഥാപകനാണ് KP ഹോർമി സാർ. ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കുകളിൽ ഏറ്റവും വലിയ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. KP ഹോർമി സാറിനെ ഈ നാട് എക്കാലവും ഓർക്കേണ്ടതുണ്ട്. KP ഹോർമി സാറിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് ഫെഡറൽ ബാങ്ക് 13 കോടി രൂപയുടെ CSR ഫണ്ടാണ് നമ്മുടെ ഗ്രാമത്തിന് അനുവദിച്ചിട്ടുള്ളത്. ധാരാളം പ്രവർത്തനങ്ങൾ CSR ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. 1930 സ്ഥാപിതമായ ആഴകം ഗവൺമെൻറ് UP സ്കൂൾ മുതൽ മൂക്കന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂളും മൂക്കന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഗ്രാമത്തിലുണ്ട്. ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എടുത്തു പറയേണ്ട ഒരു സ്ഥാപനമാണ്. മൂക്കന്നൂരിലെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ സഹായകരമായ പ്രവർത്തനവുമായി പൂർവികരായിട്ടുള്ള കർഷകർ രൂപീകരിച്ച മൂക്കന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ മൂക്കന്നൂർ ഗ്രാമത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടൊരു സ്ഥാപനമാണ്. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ നിരവധിയായ ബാങ്കുകൾ ഈ ഗ്രാമത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കാർഷിക ഗ്രാമമാണെങ്കിലും വിദ്യാസമ്പന്നരായിട്ടുള്ള ജനതയുള്ള ഒരു നാടാണ് മൂക്കന്നൂർ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകൾ ഈ ഗ്രാമത്തിലുണ്ട്. മൂക്കന്നൂരിൻ്റെ ചരിത്രം കടന്നു പോകുമ്പോൾ മറക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ്റേത്. മൂക്കന്നൂരിൻ്റെ കാർഷിക മേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയ ഇടതുകര കനാലിൻ്റെ ശില്പിയാണ് അദ്ദേഹം. മൂക്കന്നൂർ ഗ്രാമത്തിലൂടെ ഇടതുകര കനാലിനോട് പുറമെ നിരവധിയായ ബ്രാഞ്ച് കനാലുകളും കടന്നു പോകുന്നു. ഇത് മൂക്കന്നൂരിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളത്തിന് വലിയ സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാർഷിക, വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് വലിയ ഉന്നതമായ സ്ഥാനീയരായ ധാരാളം ആളുകളുള്ള, ഒരുപാട് വ്യവസായികളും സംരംഭകരുമുള്ള, വലിയ നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ജനതയുടെ നാടാണെന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. മൂക്കന്നൂർ ഗ്രാമം അതിവേഗം വികസിക്കുന്ന ഒരു നഗരവൽകൃത പഞ്ചായത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ അഭിമാനത്തോടെ തന്നെ ഈ ഗ്രാമത്തിൻ്റെ വളർച്ചയിൽ പൂർവികർ തെളിച്ചു തന്ന ആ പാത പിന്തുടർന്നുകൊണ്ട് മൂക്കന്നൂരിനെ ഈ സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള കൂട്ടായ പരിശ്രമത്തിലാണ് ഭരണസമിതിയും ഈ നാട്ടിലെ ജനങ്ങളും.